Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Prayer ആരാണ്? ഞാൻ ചൊല്ലാം മാഡം. ലോകത്തിനാകവേ ശാന്തി നൽകിയിടുന്ന ലോകാദിനാഥനെ കൈ തൊഴുന്നേ, തൃക്കാലടികളാൽ ഉൾക്കാമ്പിൽ മേവുന്ന ചിക്കാതലെ താണു കൈ തൊഴുന്നേ. തിന്മകളൊക്കെയും ദൂരീകരിക്കുക ഞങ്ങളിൽ കാരുണ്യം പെയ്തിടണേ. കർമ്മനിരതരായി ഞങ്ങളെ മാറ്റുവാൻ കണ്ണു തുറന്നു കനിഞ്ഞിടണേ. എക്കാലം ഞങ്ങൾക്കു മുന്നോട്ടു പോകുവാൻ സത്യമാർഗം തെളിച്ചിടണേ. സത്യപ്രകാശമേ നിന്നിലലിയുവാൻ നിത്യവും ഞങ്ങൾ വണങ്ങിടുന്നേ. താങ്ക് യു മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. Good afternoon. നല്ല prayer കേട്ടോ. നന്നായിട്ട് പാടി. Thought of താങ്ക് യു today. മാം. Thought of today. Thought of the day ഞാൻ പറയാം മാഡം. സൗമ്യാണ്. Life and time are the world's best teachers. Life teaches to make good use of time, and time teaches the value of life. Dr. APJ Abdul Kalam. Thank you, madam. Okay. Signing. Signing ആരാണ്? ഞാനൊരു 2 പാട്ട് പാടാം മിസ്. ആരും പറയുന്ന കേൾക്കാനില്ല. ഒരു യുഗം ഞാൻ തപസ്സിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. ഒരു യുഗം ഞാൻ തപസ്സിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. മുഖമാമെൻ
ഗാനമായി നീ ഉണർന്നു മുഖമാമെൻ മനസ്സിൻ ഗാനമായി നീ ഉണർന്നു ഹൃദയ മൃദുല തന്ത്രിയേന്തി ദേവാമൃതം വൈശാഖസന്റെ നിൻ ചുണ്ടിലെന്റെ അരുമ സഹിതൻ അതര കാന്തിയോ ഓമനേ പറയൂ നീ പിന്നിൽ നിന്നും പാറി വന്ന ലാവണ്യമേ വൈശാഖസന്റെ നിൻ ചുണ്ടിലെന്റെ അരുമ സഹിതൻ അതര കാന്തിയോ. Okay, good afternoon to all. Good afternoon, ma'am. നമ്മള് പാർട്ട് 4 ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പേപ്പർ 4 യൂണിറ്റ് 6 സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം. ടെക്സ്റ്റിലൊന്ന് എടുക്കാവോ നിങ്ങള്? എടുത്തായിരുന്നോ? എടുത്തായിരുന്നു. യെസ് മാം. യെസ്. യൂണിറ്റ് 1 and 2 സ്റ്റുഡൻസ് എടുക്കും കേട്ടോ. സ്കൂൾ മാനേജ്മെന്റും ഓഫീസ് മാനേജ്മെന്റും സ്റ്റുഡൻസ് എടുക്കും. ഓക്കെ. യൂണിറ്റ് 6 സ്ട്രക്ചർ ഓഫ് ദി ക്ലാസ് റൂം. നമ്മള് മോണ്ടിസോറി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. പിന്നെ സൈക്കോളജി ഒക്കെ കഴിഞ്ഞു ഒരു ഇതൊക്കെ പഠിച്ച് അത്യാവശ്യം നമ്മള് കുറെ തിയറി ഭാഗങ്ങളൊക്കെ നോക്കി അല്ലേ. സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഭാഗങ്ങളിൽ വരുന്നത്. ഓക്കെ. പാർട്ട് 4 എന്ന് പറയുന്നത് സ്കൂൾ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ പോകുന്നത് മറ്റൊരു, അതായത് നമ്മുടെ ഒരു ക്ലാസ് റൂം എങ്ങനെയാണ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇതൊക്കെ കാര്യങ്ങളാണ്. അതിന്റെ ഫ്ലോറിംഗിൽ വരുന്നത്, റൂഫിംഗ് എങ്ങനെയാണ്, വാൾ എങ്ങനെയാണ്, ഇതൊക്കെ വരുന്ന കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. ഓക്കെ. യെസ്. സ്റ്റാർട്ട് ചെയ്താലോ? യെസ് മാം. സ്ട്രക്ചർ ഓഫ് ദി ക്ലാസ് റൂം. റൂഫിംഗ് ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അതിലാദ്യം there are 4 types of roofing ഉണ്ട്. റൂഫ് എന്താണ്? റൂഫിംഗ് മേൽക്കൂര. മേൽക്കൂരകൾ അല്ലെ. ഇപ്പൊ 4 ടൈപ്സ് ഓഫ് റൂഫിംഗ് ആണുള്ളത് ക്ലാസ് റൂമുകൾക്ക്. ഒന്ന് RC സെൻട്രിക് റൂഫിംഗ്, ടൈൽ റൂഫിംഗ്, ഷീറ്റ് റൂഫിംഗ്, ടാച്ചഡ് റൂഫിംഗ്. നോക്കാം. ഫസ്റ്റ് RC സെന്ററിംഗ്. എന്താണ് RC സെന്ററിംഗ് എന്ന് പറയുന്നത്? R എന്ന് സൂചിപ്പിക്കുന്നത് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. സി എന്താണ്? കോൺക്രീറ്റ്. റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സെന്ററിംഗ് ആണ് എന്ത്? RC സെന്ററിംഗ് എന്ന് പറയുന്നത്. അവിടെ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. reinforced concrete. എന്താണ് നമ്മുടെ കോൺക്രീറ്റ് ആയിട്ടുള്ള ക്ലാസ് റൂമുകളില്ലേ, കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന റൂഫ്, ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മെനി ഓഫ് ദ സ്കൂൾസ് ആർ വിത്ത് RC സെന്ററിംഗ് ആൻഡ് വിത്ത് 1 or 2 ടോപ്പ് ഫ്ലോർസ്. People like to enter their kids to mostly this type of school only. RC സെന്ററിംഗ് റൂഫിംഗിന്റെ പ്രത്യേകത എന്താണ്? എങ്ങനെയുള്ള ടൈപ്സ് ആണ് ഇതിൽ വരുന്നത്? മാം, നമ്മൾ നിലകൾ കേന്ദ്രീകരിച്ച് 1-2 ഫ്ലോർസുകളായിട്ടായിരിക്കുള്ളൂ RC സെന്ററിംഗ് റൂഫിംഗ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ക്ലാസ് റൂമുകൾ വരുന്നത്, കോൺക്രീറ്റ് റൂഫിംഗ് വരുന്നത്. ഓക്കെ. അപ്പൊ മിക്ക ആൾക്കാരും എന്താണ് ഇങ്ങനെയുള്ള സ്കൂളുകളിൽ, അതായത് വലിയ സ്കൂളുകളിൽ 3-4 നിലയുള്ള സ്കൂളുകളിൽ വിടാനാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത്. പാരന്റ്സിന് താല്പര്യം അങ്ങനെയുള്ള
സ്കൂളുകളിൽ വിടാനാണ് പല പാരന്റ്സും ആഗ്രഹിക്കുന്നത്. ഓക്കെ, RC സെൻട്രിക് എന്ന് പറയുന്നത് എന്താണ്? കോൺക്രീറ്റ് റൂഫിംഗ് ആണ് അല്ലെ? ഒന്നോ രണ്ടോ നിലകൾ കേന്ദ്രീകരിച്ച് പണിതുയർത്തിയിരിക്കുന്നതാണ് എന്ത്? RC സെൻട്രിക് റൂഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായോ? മാം. നെക്സ്റ്റ് ടൈൽ റൂഫിംഗ്. എന്താണ് ടൈൽ റൂഫിംഗ്? Most of the classroom, all the types have a tile roof only. Correlate with the RC roofing. This type will be hot, arranged in the false roof may solve the problem to an extent. Tile roofing. എന്താണ് ടൈല്? കട്ടിയാണ് ഉദ്ദേശിച്ചത്. ടൈൽ എന്താണ്? ഓട്. ഓട്. ഓടല്ലേ ടൈൽ റൂഫിംഗ്? കട്ടകള്. ഇതിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഏറ്റവും കൂടുതൽ പഴയ സ്കൂൾ കാലഘട്ടത്തിൽ അറിയാൻ കണ്ടിട്ടുള്ളത് അല്ലെ? ഇപ്പോഴുണ്ട് ചില ഗവൺമെന്റ് സ്കൂളിൽ ഇപ്പോഴും എന്തുണ്ട്? പഴയ ഇതേപോലെ ഓടിട്ട ക്ലാസ് റൂമുകൾ ഇപ്പോഴും നിലനിൽക്കുന്നത് അല്ലെ? കണ്ടിട്ടുള്ളതല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ചില സ്കൂൾ എന്താണ് ലിനി എന്തെങ്കിലും പറയുന്നുണ്ടോ? ലിനിയുടെ മൈക്ക് ഓൺ ആണല്ലോ. അതെ, എന്റെ ബുക്കില് ഇത് മോഡ്യൂൾ 1 തന്നെയല്ലേ? മോഡ്യൂൾ 1 ബുക്കിൽ തന്നെയല്ലേ ഇത് ചാപ്റ്റർ ഉള്ളത്? മൊഡ്യൂള് 1. അതെ, മൊഡ്യൂൾ 1 പാർട്ട് 4. പക്ഷേ പേജ് 177 177 പേജ് നമ്പർ 177 നോക്കട്ടോ. എനിക്കത് ഫിഫ്ത്ത് യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടാ കാണിക്കുന്നത് അവിടെ 117. നെക്സ്റ്റ് ഇതിലില്ല. യൂണിറ്റ് 6 എനിക്ക് സൊസൈറ്റി ഓഫ് യൂണിറ്റ് 6 ഇല്ലേ? എന്താ 170 ഇല്ലേ? 177 177 ആണ് കേട്ടോ. 177 ആണ് നോക്കേണ്ടത്. 177. പാർട്ട് 4 യൂണിറ്റ് 6. പാർട്ട് 1ഉം 2ഉം തീർന്നല്ലേ? ഓക്കെ മാം. 4 ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. 3 ജിഷാൻസ് സ്റ്റാർട്ട് ചെയ്യും. ബാക്കിയുള്ള ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ആയിരിക്കും ഞാൻ എടുക്കുന്നത്. മൂവ്മെന്റ്സും ടെൻഡൻസീസ് ഓഫ് മാനും ടീച്ചറാണ് എടുക്കുന്നത് കേട്ടോ. അതായത് പാർട്ട് 3 8ാമത്തെ ചാപ്റ്ററും 9ാമത്തെ ചാപ്റ്ററും ടീച്ചർ എടുക്കുന്നത്. ഇത് തീർന്നിട്ട് എടുക്കുള്ളൂ. പാർട്ട് 4 തീർന്നിട്ട് അത് എടുക്കുള്ളൂ. അതിന് മുമ്പ് ജിഷാൻസ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഫസ്റ്റ് ടൈൽ റൂഫിങ്ങിന്റെ പ്രത്യേകത എന്താണ്? ടൈൽ റൂഫിംഗ് എന്ന് പറഞ്ഞാല് നമുക്കറിയാലോ, ഓടിന്റെ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ ഇത് ഓട് മാത്രമായിട്ടല്ലാണ്ട് എന്താണ് ഇത് കോറിലേറ്റ് ചെയ്ത് ചെയ്യാറുണ്ട്. അതായത് കോൺക്രീറ്റ് റൂഫിങ്ങുമായിട്ട് കോറിലേറ്റ് ചെയ്തും ചെയ്യാറുണ്ട്. പക്ഷെ എന്താണ് അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഈ ഓടിന്റെ ക്ലാസ് റൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? നമ്മൾ ഇരുന്നിട്ടുള്ളതാണ് അല്ലെ? എങ്ങനെയാണ് അതിന്റെ പ്രത്യേകത? നല്ല തണുപ്പായിരിക്കും അല്ലെ? നമുക്ക് നല്ല കൂളിംഗ് ആയിട്ടുള്ള രീതിയിൽ ഇരിക്കാം. പക്ഷെ നമ്മൾ കോറിലേറ്റ് ചെയ്ത് വരുമ്പോൾ എന്താണ് കോൺക്രീറ്റ് ആയിട്ടുള്ള ക്ലാസ് റൂമിൽ വരുമ്പോൾ കുറച്ചും കൂടി ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ എന്താ പറയുന്നത്? ടൈൽ റൂഫിംഗ് എന്ന് പറയുമ്പോൾ അതിവിടെ ഇതിൽ പ്രധാനമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവിടെ കിടപ്പുണ്ട്. ഫസ്റ്റ് ലൈനിൽ കിടക്കുന്നുണ്ടോ? മോസ്റ്റ് ഓഫ് ദ ക്ലാസ് റൂം ഓൾ ടൈപ്സ് ഓഫ് സ്കൂൾസ് യൂസ് ചെയ്യുന്ന ഏത് തരം റൂഫിംഗ് ആണെന്നാണ് ചോദിക്കാറ് കേട്ടോ. ആ ഭാഗം ഒന്ന് നോക്കണേ. ആ ഭാഗം അണ്ടർലൈൻ ചെയ്തിടാം. ഫസ്റ്റ് പോയിന്റിൽ തന്നെ ഉണ്ടാവും. RC സെന്ററിന്റെ ഫുൾ ഫോം റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. ടൈൽ റൂഫിംഗ് ഒന്ന് അണ്ടർലൈൻ ചെയ്യട്ടോ. യെസ്. അപ്പോ കോൺക്രീറ്റ് ചെയ്ത റൂഫിങ്ങിനാണോ ടൈൽ റൂഫിങ്ങിനാണോ ചൂട് കൂടുതൽ വരുന്നത്? ചൂട് കൂടുതൽ കോൺക്രീറ്റിനായിരിക്കും. കോൺക്രീറ്റ് ചെയ്ത. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ പറയുന്നത് അറേഞ്ചിങ് ദ ഫോൾസ് റൂഫ് മേ സോൾവ് ദ പ്രോബ്ലം ടു ആൻ എക്സ്റ്റെൻസ്. അപ്പൊ ഏത് രീതിയിലുള്ള മേൽക്കൂരകൾ ആയിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടതെന്നാണ് പറയുന്നത്? പ്രത്യേകിച്ച് ടൈൽ റൂഫ്.
ടൈൽ റൂഫുകളാണ് അല്ലെ. അതായത് തെറ്റായ മേൽക്കൂര ക്രമീകരിക്കുന്നതിനല്ലാതെ ഒരു പരിധി വരെ നമ്മൾ എന്താണ് ടൈൽ റൂഫിംഗ് തന്നെയാണ് പഴയ സ്കൂളുകളിലും പക്ഷെ അഭികാമ്യമായിട്ട് അത് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇപ്പോഴും ഉണ്ട് മേൽക്കൂരകളുള്ള ക്ലാസ് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഓടിട്ട ക്ലാസ് റൂമുകള് ഇപ്പൊ ഇതൊക്കെ പൊളിച്ച് ഇപ്പൊ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എനിക്കത് ഇപ്പൊ കൂടുതൽ കാണാൻ പറ്റുന്ന എപ്പോഴാണ് നമ്മൾ PSC എക്സാമിന് പോയില്ലേ? PSC എക്സാമിന് നമുക്ക് വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും കിട്ടുന്നത്, ദൂരെ ആയിരിക്കും. ചിലപ്പോ ഒരു ഉൾപ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ അവിടുത്തെ സ്കൂളുകള് ശരിക്കും ഇങ്ങനെ ഓടിട്ട ഒരു ഡെവലപ്മെന്റ്സ് ഇല്ലാത്ത രീതിയിൽ കിടക്കുന്ന കണ്ടിട്ടുണ്ട് മിക്ക സ്കൂളുകളും. മഴക്കാലത്ത് ചോർച്ച മാത്രമേ വിഷയമുള്ളൂ, ചൂടുണ്ടാവില്ല. അതെ. അപ്പോ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ടൈൽ റൂഫിംഗ് ആണ്. തേർഡ് എന്താണ്? ഷീറ്റ് റൂഫിംഗ്. ഷീറ്റ് എന്താണ്? ഷീറ്റ് റൂഫിംഗ് ഹോസ്പിറ്റാസ് പോലത്തെ ഷീറ്റുകൾ ഇട്ടേക്കണത്. ഷീറ്റ് വെച്ചിട്ട് നമ്മള് ഷീറ്റ് റൂഫിങ്ങുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട് അല്ലെ. മിക്കതും നമ്മൾ ആദ്യം പണ്ട് കോളേജസ് ഒക്കെ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ പാരലൽ കോളേജിലൊക്കെ ഷീറ്റ് റൂഫിംഗ് ആയിരുന്നു. ഷീറ്റ് മീൻസ് വെറുതെ കുറച്ച് ഷീറ്റ്സുകൾ വെച്ചിട്ട് ചെറിയ ചെറിയ ക്ലാസ് റൂമുകളൊക്കെ ആയിട്ടായിരുന്നു ആദ്യം തുടങ്ങിയത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഷീറ്റ് റൂഫിംഗ് മേ ബി എ സിമന്റ് ഷീറ്റ് റൂഫിംഗ്. Generally, the classroom with sheet roofing are made like sheds ആണ്. നമ്മൾ ഇതിന്റെ രൂപരേഖ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഷെഡ് പോലെ ഇരിക്കുന്നത്. ഒരു വീട്, ഒരു ക്ലാസ് റൂം അന്തരീക്ഷം അല്ലാതൊന്നും കാണുമ്പോൾ ഇതിന്റെ ഒരു ഷെഡ്, ഒരു ഹട്ടിന്റെ രൂപത്തിലല്ല ഇതിരിക്കുന്നത്. ഓക്കെ, അതായത് ആസ്പെക്ട് ഷീറ്റ്സ് വെച്ചിട്ട് കവർ ചെയ്ത് അതിന്റെ ഡോറുകളും സെറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അത് വെച്ച് തന്നെയായിരിക്കും. ഡോറുകളും ചിലപ്പോൾ ഷീറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് വുഡൊക്കെ വെച്ചിട്ട് അതിൽ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തായിരിക്കുള്ളൂ ചില സ്കൂളുകളിൽ അങ്ങനെ ചെയ്യാറുള്ളത്. ഓക്കെ, ഷീറ്റ് റൂഫിംഗിൽ വരുമ്പോൾ പ്രധാനമായിട്ടും ആസ്പെക്ടസ് എന്ന ഭാഗം ഒന്ന് ഓർക്കണം. ആസ്പെക്ടസ് അല്ലെങ്കിൽ തിൻ ഷീറ്റ് റൂഫിംഗ് ആയിരിക്കും. പിന്നെ അല്ലെങ്കിൽ ലൈറ്റ് റൂഫിംഗ് ആയിട്ടുള്ള ഷീറ്റുകളൊക്കെ ആയിരിക്കും നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോഴും ആസ്പെക്ടസ് ഉള്ള ക്ലാസ് റൂമുകളൊക്കെ ഉണ്ട്, പല സ്കൂളുകളിലും ഉണ്ട് കേട്ടോ. ഷീറ്റ് റൂഫിംഗും ചെയ്യുന്നുണ്ട്. ടാച്ചഡ് റൂഫിംഗ്. എന്താണ് ടാച്ചഡ് റൂഫിംഗ്? ഈ തട്ടൊക്കെ വെച്ചിട്ടുള്ളത് അല്ലേ? തട്ടും പലകയും. ടാച്ചഡ് എന്താണ്? ഓല മേഞ്ഞ സ്കൂളുകള്. അതെ, കുംഭകോണത്ത് ഒരു തീപിടുത്തം ഉണ്ടായതിനു ശേഷമല്ലേ നമ്മുടെ എല്ലാം ഓടും കോൺക്രീറ്റും ആക്കാൻ തുടങ്ങിയത്. കുംഭകോണത്തിലെ ടാച്ചഡ് റൂഫിംഗ് എന്താണ്? Can be provide a good health to the person residing under it. പക്ഷെ ഏറ്റവും നല്ല ക്ലാസ് റൂമുകൾ ഒന്നായിരുന്നു. കാരണം എന്താണ്? നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ, അതേപോലെ തന്നെ തണുപ്പം നല്ല രീതിയിൽ അതിന് താഴെ ഇരിക്കുന്നതിന് ആ സിറ്റുവേഷൻസിലുള്ള ആ ഒരു വായു ശ്വസിക്കുന്നതിന് ഏറ്റവും ഗുഡായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അത് നിർത്തലാക്കിയത്? എന്തുകൊണ്ടാണ് മേൽക്കൂര മേഞ്ഞുള്ള സ്കൂളുകൾ നിർത്തലാക്കിയത്? ഒരുപാട് കുട്ടികൾ വെന്ത് മരിക്കാനിടയായത് ആ ഒരു തീപിടുത്തം കാരണമായിരുന്നു. അതെ, ആ ഒരു തീപിടുത്തത്തിന്റെ കാരണത്താലാണ് അത് ഒഴിവാക്കപ്പെട്ടത്. People normally consider the school having ടാച്ചഡ് roofing as a poor school. അല്ലെ? പക്ഷെ ആൾക്കാർക്ക് ഒരു ചിന്താഗതി ഉണ്ടല്ലേ, ഇങ്ങനെ ഓലമേഞ്ഞ സ്കൂളുകൾ കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്? അതിനെ അല്ലെ, പാവപ്പെട്ട സ്കൂളുകളാണ്, ദരിദ്രമായ സ്കൂളുകളാണ്, അങ്ങനെ പുരോഗതിയില്ലാത്ത സ്കൂളാണെന്ന് കരുതും. അതെ. പക്ഷെ നിങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ട് അങ്കലവാടിയിൽ ഇപ്പൊ പഠിച്ചിരുന്ന ചെറിയ കുട്ടുമ്പൊക്കെ ഓർമ്മയുണ്ട്. ഓല മേഞ്ഞിട്ട് താഴെ തറൊക്കെ മണൽ വിരിച്ചിട്ട്. ഉമ്മേറയാണ് ഇപ്പൊ പറഞ്ഞത്. ആ മാം, ഉമ്മേര എപ്പോഴായിരുന്നു? കുറേ ദിവസങ്ങളായാലും കണ്ടിട്ട്. ഞാൻ കലോത്സവത്തിന് തിരക്കായിരുന്നു മാം. കലോത്സവത്തിനെ ഞാൻ ഒപ്പന പഠിപ്പിക്കണ്ടായിരുന്നേ, സബ് ജില്ലയൊക്കെ. ആണോ? ആ, എന്നിട്ട് എന്തായി? പ്രൈസ് കിട്ടിയോ? HS വിഭാഗത്തില് UP വിഭാഗത്തില് A ഗ്രേഡേ കിട്ടിയുള്ളൂ. UP പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ബ്രൈഡ് കസേരന്ന് വീണു. അപ്പൊ 3rd A ഗ്രേഡ് ഉള്ളു. ആണോ? ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നല്ല പെർഫോമർ ആണല്ലോ, നല്ല ടീച്ചറാണല്ലോ അപ്പൊ ഒപ്പന. 2 വർഷമായിട്ടുള്ളത് അതിലേക്ക് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട്. അപ്പില്ലേ, ഞാൻ ഉമേരക്ക് ഒരു ഡ്യൂട്ടി തരട്ടെ? എന്താ മാം? ഉമേരക്ക് ഒരു ഡ്യൂട്ടി തരാം. നമ്മുടെ കോൺവൊക്കേഷന് നിങ്ങളുടെ ടീമിന്റെ ഒരു ഒപ്പന ഉണ്ടായിരിക്കണം. ഉമേര പഠിപ്പിച്ചു കൊടുക്കുന്നവരെ
കേട്ടോ. ഞാൻ ഒറ്റക്കാണെങ്കിൽ വേണമെങ്കിൽ കളിക്കാം. അവരെ പഠിപ്പിക്കണത് എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഗൂഗിൾ മീറ്റില് റെസ്മിനെ ഒക്കെ അറേഞ്ച് ചെയ്ത് തരും. എനിക്കറിയാം അല്ലെ, റെസ്മിന സുറുമിയൊക്കെ ഹെൽപ്പ് ചെയ്യും. അയ്യോ മൂപ്പരൊന്നും അറിയില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. എന്തായാലും കോൺവൊക്കേഷന് നിങ്ങളുടെ പ്രോഗ്രാംസ് ഉണ്ടാവും. അത് ഉറപ്പുള്ള കാര്യം. എല്ലാ സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് നമ്മൾ ചെയ്യിപ്പിക്കാറുള്ളതാണ്, ഡാൻസ് പാട്ട് എന്താണെങ്കിലും. അപ്പൊ എന്തായാലും ഒഫീഷ്യൽ ആയിട്ട് പഠിപ്പിക്കാൻ ഒരാളുണ്ട്. നിങ്ങളൊന്ന് പഠിച്ചോളൂ. ഒരൊറ്റ പെർഫോമൻസ്, നിങ്ങളുടെ ഒരു ഒപ്പന, പിന്നെ നിങ്ങൾക്ക് സിനിമാറ്റിക്കോ എന്ത് വേണമെന്ന് കളിക്കാം, പ്രശ്നമില്ല. ഇപ്പൊ ഒരാളുണ്ട് പഠിപ്പിച്ചുതരാം. അപ്പൊ ഉമേറക്ക് ചിലപ്പോ ഗൂഗിൾ മീറ്റ് ചെയ്യാൻ അറിയാവുന്നിട്ടാണോ, സൂമിൽ പഠിപ്പിക്കാൻ അറിയാവുന്നിട്ടാണോ ഉമേറ? അല്ല, ഞാൻ വെറുതെ പറഞ്ഞത് മാത്രം മാം. ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് വിചാരിച്ചില്ലല്ലേ? പറ്റുമെങ്കിൽ മതിയല്ലോ കേട്ടാ. അവര് ഇൻട്രസ്റ്റഡ് ആയിട്ട് പഠിച്ചോളൂ. അംഗനവാടിയിൽ വന്നിട്ടുണ്ട് കുട്ടികളെ പഠിപ്പിക്കാന്. അപ്പൊ എങ്ങനെ ചെയ്യുന്നുള്ള, ചെറിയ മക്കളല്ലേ, എങ്ങനെ ചെയ്യുന്നുള്ളൊരു ഇതിലിങ്ങനെ ഇപ്പോഴല്ലേ കോൺവൊക്കേഷനൊക്കെ സമയമുണ്ട്. ക്ലാസ് നിങ്ങളുടെ എക്സാം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, ഇനി എന്താ സമയം? അത് കുഴപ്പമില്ല മാം, ഞാന് വെറുതെ പറഞ്ഞെന്ന് മാത്രം, തമാശ പറഞ്ഞതാ. അപ്പൊ അതിന്റെ എല്ലാരും പ്രിപ്പയർഡ് ആണുണ്ട്. പാട്ട് പാടാൻ അറിയുന്നത് പാടാം, അല്ലാത്തവര് ഡാൻസ് ചെയ്യാൻ ഡാൻസ് ചെയ്യാം. കണ്ണടച്ച് തുറന്നു നോക്കും, കോൺവൊക്കേഷനൊക്കെ പെട്ടെന്ന് എത്തും. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. പെട്ടെന്ന് പോകുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ നിങ്ങൾ പാർട്ട് 4 ഇത്ര പെട്ടെന്ന്. പാർട്ട് 4 വേഗം ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ, ചെറിയ ചെറിയ ചാപ്റ്ററുകളാണ്. പാർട്ട് 3 നിങ്ങൾ ബുദ്ധിമുട്ടുന്നത്, കാരണം വലിയ ചാപ്റ്ററുകളാണ് പാർട്ട് 3. പാറ്റർ പ്രൂഫിംഗ് അപ്പൊ എന്താണ്? മേൽക്കൂര കഴിഞ്ഞ ക്ലാസ് എന്താണ് അല്ലെ? അപ്പൊ അത്തരം അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് നല്ല രീതിയിലുള്ള ഒരു ചുറ്റുപാടാണ് പറഞ്ഞത്. പക്ഷെ എന്താണ്, പല കാരണങ്ങൾ കൊണ്ട് അത് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്തരം സ്കൂളുകളിൽ പാരന്റ്സ് കാണുന്നത് അതൊരു പാവപ്പെട്ട ദരിദ്ര സ്കൂളുകൾ എന്ന രീതിയിലാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇതിലൊന്നും പെടാത്തൊരു ക്ലാസ് റൂം ഉണ്ട്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും എന്തായാലും. Apart from this, sometimes the classes are taken in the open air, possibly under tree. This can also be called tree roofing classes. നമ്മൾ പഠിച്ചിട്ടില്ലേ മരത്തിനടിയിൽ ഇരുന്ന? അതെ അതെ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ട്രെയിനിങ് കൂടി ഇല്ലേ, മരത്തിനടിയിൽ പോയിട്ടുള്ള ക്ലാസ് എടുക്കുന്ന ഒരു രീതി, ആ ഒരു എക്സ്പീരിയൻസ് കൊടുക്കുന്നില്ല ചില കുട്ടികൾക്ക്, ചില സ്കൂളുകളിൽ നിന്ന് അങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്റെയൊക്കെ ചെറുപ്പത്തില് ഞങ്ങളുടെ സ്കൂളിന്റെ 4 ഭാഗത്തും നിറച്ച് പാറകളായിരുന്നു. അപ്പൊ ആ പാറയുടെ മുകളിലൊക്കെ ഇരുന്നിട്ട് സാറ് പഠിപ്പിച്ചത് ഓർമ്മയുണ്ട്, 4ാം ക്ലാസ് വരെയൊക്കെ. നല്ലൊരു ഓർമ്മയാണ് നമുക്ക്. റൂമുകളിൽ ഫാൻ ഒന്നും ഇല്ലല്ലോ ഇന്നത്തെ പോലെ. ഇപ്പൊ റൂമുകളിലൊക്കെ ഫാൻ ആണല്ലോ, കുട്ടികൾക്ക് ഫാൻ ഇല്ലാണ്ട് പറ്റില്ല. അന്നൊന്നും ഫാൻ ഇല്ലാണ്ടൊക്കെ ആകുമ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്, ചൂടുള്ള സമയത്താണ് കുറച്ചും കൂടി മരത്തിന്റെ താഴേക്ക് ഇറങ്ങുക, ഇരിക്കാനൊക്കെ കുറച്ചും കൂടി ഒരു ഇതാണ്. ഭയങ്കര രസമായിരുന്നു അത് അല്ലെ? അത് ചില പീരീഡുകൾ, പ്രത്യേകിച്ച് മലയാളം ക്ലാസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോയം അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന കാര്യം, അങ്ങനത്തെ ടീച്ചേഴ്സ് ആണ് ഇറക്കണമെങ്കിൽ കുറച്ചുകൂടി രസമായിരിക്കും. ക്ലാസ് ഇങ്ങനെ കേട്ടിരിക്കാനായിരിക്കും. അത് ഒരു വല്ലാത്തൊരു എൻവയോൺമെന്റ് ആണ്, നമ്മളത് ഫീൽ ചെയ്തിരിക്കണം. എനിക്ക് ആ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ ഞങ്ങളുടെ സ്കൂളിൽ അവിടെ ഒരു വലിയ മരമുണ്ട്. വലിയ മരം എന്ന് വെച്ചാൽ ഇങ്ങനെ ചെറിയൊരു പൂ കണ്ടിട്ടില്ലേ നിങ്ങളൊരു മയിൽപ്പീലി പോലത്തെ പൂവാണ് അവിടെ. അങ്ങനെ വലിയൊരു കായുണ്ട്. അതിനാണെങ്കിൽ നിറച്ച് വേരുകളുള്ളൊരു മരമാണ്. പക്ഷെ വേര് എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൗണ്ട് കംപ്ലീറ്റ് അതിന്റെ വേരുകളായിരിക്കും. അപ്പൊ വേരിന്റെ ഓരോ ഇടയിൽ നമുക്ക് ഇരിക്കാൻ ലൈറ്റ് റോസ് പൂക്കളല്ലേ മിസ്സേ? ലൈറ്റ് റോസ്. അതിന്റെ താഴെ വീട് എടുക്കാൻ പറ്റുന്ന ഭംഗിയ, ചെറിയ ചെറിയ ഇലകളായിരുന്നു. അപ്പൊ എനിക്ക് ആദ്യം ഫസ്റ്റ് ഞാൻ പഠിപ്പിച്ച സ്കൂളിൽ തന്നെ ഞാൻ ആദ്യം പഠിപ്പിക്കാൻ കയറി. ഞാൻ പഠിച്ചു 10th വരെ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് ആദ്യമായിട്ട് അവസരം കിട്ടിയത്. ഞാൻ അവിടെ 5 വർഷം പഠിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോ സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് 10th പിള്ളേരൊന്നും പുറത്തോട്ട് ഇറങ്ങേണ്ട കാര്യമില്ല. പക്ഷെ അവർക്ക് നമ്മളല്ലേ ഇതേപോലെ അവസരങ്ങൾ കൊടുക്കുള്ളൂ. പക്ഷെ മിസ്സിന്റെ പെർമിഷൻ എടുത്തിട്ടാണ് ഞാൻ പുറത്തു കൊണ്ടുപോയി പഠിപ്പിച്ചത്. അങ്ങനെ കുറെ ക്ലാസ്സുകൾ അങ്ങനെ അവരെ പുറത്തു കൊണ്ടുപോയി. പല ടീച്ചേഴ്സും കളിയാക്കിയിട്ടുണ്ട്, ഇത് പഴയ രീതി ഫോളോ ചെയ്യണം എന്തിനാണ്. പക്ഷെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ക്ലാസ്സിൽ ഇരിക്കുന്നതിൽ നന്നായിട്ട് പുറത്തിരിക്കുമ്പോ കുറച്ചുകൂടി രസമാണ്. അത് ശരിക്കും എന്താ പറയുക, നമ്മൾ ഫീൽ ചെയ്ത് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്, നമ്മൾ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പൊ അവര് എന്നെ പറയുന്നുണ്ട്. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട്, ടീച്ചർ ഒരു ദിവസം ആ പീരീഡ് ഞങ്ങളെ പുറത്തിറങ്ങി ഇരുത്തി ക്ലാസ് എടുപ്പിക്കണം, ഞങ്ങൾ മിണ്ടാതിരുന്നോളാം എന്നാണ്. വളരെ കൂളായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും നമുക്ക്.
സെന്ററിൽ ഒരു കസേര കുട്ടിയിരുന്ന് അവരുടെ ചുറ്റും ഇങ്ങനെ നടന്ന് ഇരുന്ന് ക്ലാസ് എടുക്കാന്ന് പറയുന്നത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യാം കേട്ടോ. മിസ് ഏത് സബ്ജക്റ്റ് ആയിരുന്നു? ഞാൻ സോഷ്യൽ സയൻസ് ആണ് ഹൈസ്കൂളിലെ. അതില് നല്ലത് തന്നെ, കഥ പറയുന്ന പോലെ പറഞ്ഞു കൊടുക്കാലോ അല്ലെ, സോഷ്യൽ സയൻസ് ആകുമ്പോ. പറയാനും, പക്ഷെ ജോഗ്രഫി ഒക്കെ കുറച്ച് ടഫാണ്. സോഷ്യൽ സയൻസ് ആണെങ്കിൽ ഞാൻ ജോഗ്രഫി എടുക്കണം, ഹിസ്റ്ററി വേറൊരു സാറാണ്. ജോഗ്രഫി ഇച്ചിരി ബുദ്ധിമുട്ടില്ലേ, പഠിച്ചതൊക്കെ അറിയാൻ പറ്റും. കുറെ കാര്യങ്ങളുണ്ട്, സ്കെയില്, ഉറങ്ങുക ചെയ്യും. ആ സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സിലൊക്കെ ഞങ്ങൾ ഇന്ന് ഉറങ്ങും. ഉറങ്ങോ? അങ്ങനത്തെ ക്ലാസ് അല്ല ടെൻത്താ. എനിക്ക് നല്ല 2 ബാച്ചുകളായിരുന്നു 10th 2 പ്രാവശ്യം കിട്ടിയത്. 2 ബാച്ച് മാത്രമാണ് 10th ഞാൻ പഠിപ്പിച്ചിരുന്നത്. നല്ല കുട്ടികളായിരുന്നു. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആൺകുട്ടികളോടാണ്. കാരണം അവർക്ക് ഒരു പ്രത്യേക സ്നേഹമാണ്. ആ ഒരു 15 വയസ്സിന്റെ ശരിക്കും ആൺകുട്ടികളിൽ നിന്ന് അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കില്ല. പക്ഷെ പെൺകുട്ടികൾ നേരെ മറിച്ചായിരുന്നു. പെൺകുട്ടികള് ഭയങ്കര വായാടികളോ, നമ്മൾ എന്ത് ചോദിച്ചാലും തിരിച്ച് 2-3 ആൻസർ പറയുന്ന കുട്ടികളായിരുന്നു. പക്ഷെ ആൺകുട്ടികള് എന്റെ ക്ലാസ്സിൽ 45 പേരുണ്ടായിരുന്നു. അതില് 25 പേരും ആൺകുട്ടികളായിരുന്നു. നല്ല സ്നേഹമുള്ള കുട്ടികൾ എന്ന് വെച്ചാൽ നമുക്ക് അതേപോലത്തെ മക്കൾ ഉണ്ടായപ്പോൾ അങ്ങനെ വിചാരിച്ചു. അതേപോലെ നല്ല ഒരു അലമ്പും ഇല്ല, ഒരു പ്രശ്നമില്ലാത്ത കുട്ടികൾ. അങ്ങനെയൊക്കെ അത് അവരുടെ അച്ഛനമ്മമാരുടെ ഭാഗ്യം ഞാൻ പറയുള്ളൂ. പാരന്റ്സ് മീറ്റിംഗിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അവരുടെ പാരന്റ്സിനെ കണ്ടൊന്ന് സംസാരിക്കാൻ. കാരണം അത്രയും നല്ല കുട്ടികളെ ഉണ്ടാക്കിയ പാരന്റ്സ് അത്രയും നല്ല ഗ്രേറ്റ് ആയിരിക്കും. അങ്ങനെ നമുക്ക് വളരെ റെയർ ആയിട്ട് ആൺകുട്ടികൾ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അത് 25 പേരും ഏകദേശം ഒരേ കാറ്റഗറിയിൽ വരാന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏറ്റവും വിഷമം എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ഡേ 10th ആ ഒരു സെന്റ് ഓഫിന്റെ സമയം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഭയങ്കര കുറെ നാളെടുത്തു അതിൽ നിന്ന് ലീവ് ആവാനായിട്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ആ കുട്ടികളെ ഞങ്ങള് സമയം കിട്ടുന്നതൊക്കെ പുറത്ത് ക്ലാസ് എടുക്കുമ്പോൾ ഫോട്ടോസ് ഒക്കെ ഇടും, ആരും കാണാതൊക്കെ എല്ലാവരും കൂടി. ഗേൾസ് ഉണ്ടാവട്ടോ. ഈ ഫോട്ടോസ് എല്ലാവരും കൂടി ലാസ്റ്റ് ആ സെന്റ് ഓഫിന്റെ ദിവസം അവരുടെ സ്ക്രീനിൽ അതൊക്കെ പ്ലേ ചെയ്തു. നല്ല രസമായിരുന്നു. അപ്പൊ ഭയങ്കര ഒന്നും കൂടി ഫീൽ ചെയ്തു. നമ്മൾ ഒരു വർഷം മുഴുവൻ ഒരു ദിവസം കൊണ്ട് ഒരു 5 മിനിറ്റ് നമ്മൾ സ്ക്രീനിൽ കാണാല്ലേ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുമ്പോ, ഇതേപോലെ കുട്ടികളെ പുറത്തിറങ്ങാൻ പറ്റുമ്പോ അത് നിങ്ങൾക്ക് ഭയങ്കര കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. നമ്മള് കുട്ടികളെ നമ്മുടെ കയ്യിലായിരിക്കുള്ളൂ. ആ സമയത്ത് പുറത്തോട്ടോ അങ്ങനെ മിസ്സായി പോകാൻ അങ്ങനെ ഒന്നും പാടില്ല. അതൊക്കെ നോക്കിയിട്ട് വേണം. എനിക്ക് പിന്നെ വലിയ കുട്ടികളായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ചെറിയ കുട്ടികളെ എടുക്കുമ്പോ സൂക്ഷിക്കണം കേട്ടോ. പ്രീ റൂഫിംഗ് ക്ലാസ്സുകളും കുട്ടികളും അനുഭവിക്കട്ടെ. അതിന്റെയൊക്കെ സുഗന്ധം അല്ലെങ്കിൽ അതൊക്കെ അവരുടെ ലൈഫിൽ ഇനി ഇതൊക്കെ ചെറിയൊരു ഓർമ്മകൾ മാത്രമായിരിക്കുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ശരിക്കും മൊബൈൽ ഫോണും ഇന്റർനെറ്റും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. ഇങ്ങനെയൊക്കെ ഒരു ഓർമ്മ കൊടുക്കാനായിട്ട് നമുക്ക് നല്ല ടീച്ചേഴ്സിനെ പറ്റുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ പറ്റണ്ടേന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇൻകേസ് ഒരു മരത്തിനടിയിലില്ലെങ്കിലും പുറത്ത് എവിടെയെങ്കിലും ഇരുത്തി ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ മാക്സിമം ചെയ്യാം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ അതല്ലേ നിങ്ങളോട് പറഞ്ഞ HSC സോഷ്യൽ സയൻസിന്റെ എക്സാം ആണ് പിറ്റേ ദിവസം വരില്ല എന്ന് പറഞ്ഞില്ലേ, എഴുതാൻ പോയി എന്ന് പറഞ്ഞില്ലേ. ഹൈസ്കൂൾ ടീച്ചർ അസിസ്റ്റന്റിന്റെ എക്സാം ആയിരുന്നു. അപ്പൊ പാടുമല്ല എളുപ്പമല്ല പാടുമല്ല ഒരു അവസ്ഥ. കുഴപ്പമുണ്ടായില്ല. സൈക്കോളജി ഒന്നും പ്രശ്നമില്ല. സൈക്കോളജി നമ്മുടെ വിഷയമായതിന് പ്രശ്നമില്ല. അല്ലാതെ കുറെയൊക്കെ കുഴപ്പിച്ചത് എക്കണോമിക്സിന് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്നും കിട്ടില്ല. എറണാകുളത്തിന് കട്ട് ഓഫ് കുറവാന്ന് പറയുന്നുണ്ട്. മാമിന്റെ സബ്ജക്ട് ജിയോഗ്രഫി, ഹിസ്റ്ററിയും ജിയോഗ്രഫി ആണോ? അതുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ സയൻസ് സ്ട്രീമാണ്. BEd സോഷ്യൽ സയൻസ് സ്ട്രീമാണ്. ഓക്കെ. അപ്പൊ നമുക്ക് HSC എഴുതാലോ. HSC UPSC ഒക്കെ എഴുതിയിട്ടുണ്ട്. UPSCയുടെ വന്നിട്ടില്ല. UPSC എഴുതിയിട്ടുണ്ട്. UP സ്കൂൾ ടീച്ചർ അസിസ്റ്റന്റ്. അത് പിന്നെ നമ്മൾ എല്ലാ സബ്ജക്റ്റും ഓക്കെ. യെസ്. അപ്പൊ നമ്മളെ 4 ടൈപ്സ് ഓഫ് റൂഫിംഗ് വന്നപ്പോഴാണ് ഇങ്ങനെ വന്നത് അല്ലെ. 4 ടൈപ്സ് ഓഫ് റൂഫിംഗ് സ്റ്റൈൽ ഉണ്ട്. RC സെൻട്രിങ്, ടൈൽ റൂഫിംഗ്, ഷീറ്റ് റൂഫിംഗ്, ടാപ്ചർ റൂഫിംഗ്. ഓക്കെ. അപ്പൊ 4 ടൈപ്സ് പേരുകൾ ഓർത്തു വെക്കാം കേട്ടോ. ഓക്കെ. ഫ്ലോറിംഗ്. ഫ്ലോർ എന്താണ്? ഫ്ലോർ നീലം. Whatever may be the roofing, the flooring is normal to be in cement. The mud flooring, even if it is treated by cow dung, will make the legs and dresses of the student dirty. So a lot of problem arise in it. Madam Montessori insists the students sit on the floor. Parents expect only furniture.
If the furniture is not available, the teacher should spread something like a mat or carpet on the floor. Flooring എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി കാണുന്ന ഫ്ലോറുകൾ എങ്ങനെയാണ്? സിമെന്റിന്റെ തറകളായിരിക്കും അല്ലെ? സിമെന്റ് ഫ്ലോറിംഗ് ആണ് കാണാറ്. മഡ് ഫ്ലോറിംഗ് കണ്ടിട്ടില്ല നിങ്ങൾ? മഡ് എന്താണ്? എന്നിട്ട് മുകളില് ചാണകം തറയുണ്ടായിരുന്നു. മഡ് എന്ന് പറയുമ്പോ കളിമണ്ണല്ലേ ഉദ്ദേശിക്കുന്നത്? മണ്ണ് കൊണ്ടുള്ളത്. കൗഡക്കാണെന്ന് ചാണകം മെഴുകിയത് അല്ലെ? ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ക്ലാസ് റൂമുകളൊക്കെ പണ്ട് ഉണ്ടായിരുന്നുണ്ട്. പല ഡെവലപ്ഡ് ആവാത്ത സ്കൂളുകളിൽ ഉണ്ടായിരുന്നു. പലരും അത് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? എത്രയോ പേര് അത് പഠിച്ച് വന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനത്തെ ക്ലാസ് റൂം ആയതുകൊണ്ട് തന്നെ പാരന്റ്സ് ആണ് ഇതിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം എന്താണ്? കുട്ടികളുടെ ഡ്രസ്സിലും കാര്യങ്ങളും കഴുക്കാവുന്നു, ഡേർട്ടി ആവുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ പ്രോബ്ലംസ് അതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ശരീരം യൂണിഫോംസ് ഒക്കെ ചീത്താവുന്നു എന്നൊക്കെ ഉള്ളൊരു അത്തരം പരാമർശങ്ങളൊക്കെ വന്നപ്പോ എന്താണ് അങ്ങനെയുള്ള സ്കൂളുകൾക്ക് പതിയെ ഇല്ലാതാവാൻ തുടങ്ങി. പക്ഷെ മോണ്ടിസോറി സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? കുട്ടികള് തറയിലിരുന്ന് പഠിക്കാനാണ് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. ഫ്ലോറിൽ ഇരിക്കാനാണ് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഫ്ലോറിൽ ഇരിക്കാൻ പറയുന്നത്? കാരണം മോണ്ടിസോറി പറയുന്നത് കുട്ടികൾക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും, അതായത് ഒരു ബോഡി മൂവ്മെന്റ്സ് ഓക്കെ ആവണമെങ്കിൽ നമ്മളൊരു ചെയറിലോ ടേബിളോ അല്ലെങ്കിൽ ബെഞ്ചിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരേ പോസ്റ്ററിലല്ല ഇരിക്കുന്നത്, ഒരേ പോസ്റ്ററിൽ വളഞ്ഞു മുന്നിലേക്കല്ല ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ തറയിലാണ് കുഞ്ഞുങ്ങൾ ഇരിക്കണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പോസ്റ്റർ സ്വീകരിച്ചിട്ട് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും. ഓക്കെ. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് അത്തരം ഫ്ലോറിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ സാധിക്കും എന്നാണ് മോണ്ടിസോറി അഭിപ്രായപ്പെട്ടത്. പക്ഷെ പാരന്റ്സിന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഫർണിച്ചറിൽ ഇരിക്കണമെന്നാണ് എല്ലാ പാരന്റ്സും ആഗ്രഹിക്കുന്നത് അല്ലെ? പക്ഷെ ഇനി മോണ്ടിസോറിന്റെ അഭിപ്രായ പ്രകാരം ഇനി ഫർണിച്ചർ അവൈലബിൾ അല്ലെങ്കിൽ കൂടിയും നമ്മുടെ കുട്ടികളെ ഒരു കാർപ്പറ്റ് ഉപയോഗിച്ചിട്ട്, കാർപ്പറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർപ്പറ്റ് പരവതാനികൾ എന്ന് പറയുന്നത്, പരവതാനികൾ അല്ലെങ്കിൽ മാറ്റ്, പായ അല്ലെ? മാറ്റോ അല്ലെങ്കിൽ കാർപ്പറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള കുട്ടികളെ അതില് ഇരുത്താനാണ് അഭിപ്രായപ്പെടുന്നത് മോണ്ടിസോറി പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഇതേപോലെ കുട്ടികളുടെ ആ ഒരു ബോഡി മൂവ്മെന്റ്സ് ഈസി ആക്കുന്നതിന് കുട്ടികളെ അത്തരം മൂവ്മെന്റ് ഈസി ആവുമ്പോൾ തന്നെ പല കാര്യങ്ങളും കുട്ടികൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. പഠിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എന്താണ് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാനും പഠിക്കും. അവിടെ ഒരു കാര്യം പഠിക്കുന്നുണ്ട്. ഈ കാർപ്പറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ മോണ്ടിസോറി മാറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ അത് ഫോൾഡ് ചെയ്യാനും അത് റേസ് ചെയ്യാനൊക്കെ പഠിക്കും അല്ലെ? തനിയെ ഇപ്പൊ നമ്മൾ അംഗനവാടിയിലെ കുട്ടികളെ കണ്ടിട്ടില്ലേ? അവിടെ ചെല്ലുമ്പോ തന്നെ ആദ്യത്തെ ദിവസം അറിയില്ലെങ്കിലും പിന്നീട് അവര് തന്നെ അവരുടെ മാറ്റ് എടുത്തുകൊണ്ടൊന്ന് നിവർത്തിയിട്ട് ഇരിക്കാനൊക്കെ തുടങ്ങും. ക്ലാസ് കഴിയുന്ന സമയത്ത് എന്താണ് അവര് തന്നെ അത് മടക്കി എടുത്ത് വെക്കാറുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ അവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടേക്ക് ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യണം. അതേപോലെ തന്നെ എന്താണ് കുട്ടികളുടെ ആക്ടിവിറ്റി പഠിക്കുകയാണ്. അവിടെ മാറ്റ് എങ്ങനെ മടക്കാമെന്നും നിവർത്താമെന്നും കുട്ടികളോട് പഠിക്കുന്നു. ഓക്കെ. യെസ്, ഇതൊക്കെ അപ്പൊ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് മോണ്ടിസോറി കുഞ്ഞുങ്ങളെ തറയിലിരുന്ന് പഠിക്കാനായിട്ട് അഭിപ്രായപ്പെടുന്നത്. ഓക്കെ. യെസ്, മനസ്സിലായോ ഫ്ലോറിംഗ് എന്താന്ന്? ഇനി സൈഡ് വാൾസ്. സൈഡ് വാളുകൾ എന്താണ്? സൈഡ് വാൾസ് ഭിത്തിയാണ് അല്ലെ? ഭിത്തികളുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥ അനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയുള്ള സൈഡ് വാൾസുകളാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? ഒന്ന് വായിച്ചു നോക്കിയാൽ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഒന്ന് പറയാൻ പറ്റുമോ നോക്കിയേ? സൈഡ് വാൾസ് എന്ന പാരഗ്രാഫ് ഒന്ന് വായിച്ചു. Side walls for the Indian atmosphere that two generally in planes, the fully covered that two with closed door sides of classrooms are not advisable, especially for the primary that is enough. എന്ന് പറയുമ്പോഴത്തേക്കിനും ഈ സൈഡ് വാൾസ് ആണ് നോർമലി നമ്മുടെ ഇന്ത്യൻ അറ്റ്മോസ്ഫിയർ സ്കൂൾ വരുന്നത്. സൈഡ് വാൾസും അതുപോലെ ഡോർ കവർ ചെയ്തിട്ടുള്ള റൂമും ക്ലാസ് റൂമുമാണ് വരുന്നത്. പക്ഷെ അത് നോർമലി മോണ്ടിസോറി അതായത് പ്രീ പ്രൈമറി ക്ലാസ്സസിന് അത് അഡ്വൈസബിൾ അല്ല. അവര് കൂടുതലും പാരപ്പറ്റുള്ള വാൾസും ആണ് അവർക്ക് ഇനഫ് ആണ്. അതായത് ഫുൾ ക്ലോസ്ഡ് റൂമും ഡോറും ഉള്ള അവർക്ക് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. യെസ്, വെരി ഗുഡ് അല്ലെ? ഇന്ത്യൻ അറ്റ്മോസ്ഫിയർ അനുസരിച്ചിട്ട് എന്താണ് നമ്മൾ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ക്ലാസ് റൂമുകൾ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റില്ല അല്ലേ? ഓക്കെ.
അപ്പൊ പ്രത്യേകിച്ച് എങ്ങനെയുള്ള ക്ലാസ്സിനെയാണ് അത് പ്രിഫർ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ് ഇവിടെ സ്പെസിഫിക്കലി ആയിട്ട് പറയുന്നത്. പാരപ്പറ്റ് ഹോൾസ് ആണ് അവർ പറയുന്നത്. പാരപ്പറ്റ് എന്ന് പറയുമ്പോൾ പകുതി ഓപ്പൺ ആയിട്ടുള്ള ഹോൾസ് ആയിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നുണ്ടാവുക, പകുതി ക്ലോസ്ഡും പകുതി ഓപ്പൺ. എന്താണ് പാരപ്പറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പകുതി പാരപെറ്റ്സ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? സൈഡ് വാൾസ് ആണ് പാരപെറ്റ്സ് വെച്ചിട്ട് നമ്മൾ പാരപെറ്റിന്റെ കണ്ടിട്ടില്ലേ നിങ്ങള് വാളുകള്? അതായത് പാരപെറ്റ് സ്ക്രീൻ വുഡിന്റെ വരാറില്ലേ? വുഡ് ഇപ്പൊ ഒരു ഡെസ്ക് ഇങ്ങനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ മിക്ക യു.പി. സ്കൂളുകളിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായി. യു.പി. സ്കൂളിലൊക്കെ അതായത് ഒരു ക്ലാസ് ഒരു വലിയ ഹാളായിരിക്കും, അത് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യും. പറയട്ടെ, ഡിവൈഡ് ചെയ്തിട്ട് ഇടയിൽ ഡിവൈഡ് പോലെ വെക്കണതല്ലേ മാം? അതെ അതെ. അപ്പൊ സ്ക്രീൻ പോലെ ചിലതിൽ ഷീറ്റ് വെക്കും, ചിലതിൽ പാരപ്പറ്റിന്റെ വാളായിരിക്കും, ചിലതിൽ എന്താണ് നമ്മള് ഈ വലിയ വുഡിന്റെ കഷ്ണം അല്ലെങ്കിൽ പലക എന്നൊക്കെ പറയില്ലേ നമ്മള്, പലക, വലിയ പലകകൾ ഇങ്ങനെ ഒരുമിച്ച് ചേർത്തിട്ട് ഒരു സ്റ്റാൻഡ് പോലെ ആയിട്ട് അതിങ്ങനെ വെക്കും. അപ്പൊ 2-3 ക്ലാസ് റൂം, അപ്പൊ ഒരു ഹാളിൽ തന്നെ ഒരു 6-7 ക്ലാസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ശബ്ദമൊക്കെ ഉണ്ടാവും, പക്ഷെ കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണില്ല, കാലുകളൊക്കെ കാണാൻ പറ്റും, പക്ഷെ ക്ലോസ് ആയിട്ടുള്ള അപ്പൊ ഒരു ഹാളിൽ തന്നെ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് പല രീതിയിൽ പല 5 ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. കണ്ടിട്ടുണ്ടോ അങ്ങനെ നിങ്ങള് ക്ലാസ് റൂമുകള്? കണ്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് അങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത്? അത് കൂടുതൽ ക്ലാസ്സുകൾ ഉൾക്കൊള്ളിക്കാനാകും മേ ബി. അങ്ങനെ സ്ഥലം ലാഭിക്കാനായിട്ട് ഇങ്ങനെ അടച്ചുറപ്പുള്ള റൂമുകളിൽ ഇരുന്ന് പഠിക്കും. എല്ലാ ക്ലാസ്സിലും പോകാനും കൂടി ആയിരിക്കും. അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അടച്ചുറപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു റൂം പോലെ, വീട്ടിലെ റൂം പോലെ ഇരിക്കുമ്പോ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇരിക്കാൻ അന്തരീക്ഷം. അതെ. വായു സഞ്ചാരം റൂമുകൾ നല്ല വായു സഞ്ചാരം അത് തന്നെയാണ് മെയിൻ അല്ലെ, പ്രോപ്പറായിട്ട് വെന്റിലേഷൻ സൗകര്യം കുട്ടികൾക്ക് കിട്ടണം അല്ലെ, പ്രോപ്പറായിട്ട് നല്ലൊരു വായു ശ്വസിക്കാൻ പറ്റണം. പിന്നെ വേറെന്തൊക്കെ കാരണങ്ങളുണ്ടാവും? 2 in 1 ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ എല്ലാ സംഭവവും ഒരു സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഹോളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അത് തന്നെ. ഇതേപോലെ തന്നെ എന്തെങ്കിലും ഇപ്പൊ പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് അവർക്ക് സ്കൂളുമായി ബന്ധപ്പെട്ട് ആ ബോക്സുകൾ അല്ലെങ്കിൽ വാളുകൾ പെട്ടെന്ന് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഹാള് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. നമ്മൾ പഠിച്ച സ്കൂളിലൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതെ അതെ. എല്ലാവർക്കും അവരെ നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന വേണ്ടിയിട്ടായിരിക്കാം. മറ്റത് വലിയ കുട്ടികളല്ലല്ലോ, പ്രീ പ്രൈമറി ക്ലാസ്സിലെ ചെറിയ കുട്ടികളായതുകൊണ്ട് അവരെ നോട്ടീസ് ചെയ്യാനായിരിക്കാം. ഓരോ സ്കൂളിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടൊക്കെ ചിലപ്പോ ഇതേ രീതിയിലായിരിക്കും. സൈഡ് വാൾസിൽ കുറച്ചും കൂടി നല്ല മെറ്റീരിയൽസ് ഒക്കെ കൊടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പൊ നല്ല കബോർഡൊക്കെ വർക്കൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നവരില്ലേ, കബോർഡ് വർക്ക്സുകള്, അങ്ങനെയൊക്കെ ക്ലാസ് റൂമുകൾ പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അത് ചില സ്കൂളുകളിൽ മാത്രം, അതെല്ലാം തന്നെ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിന്റെ കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ വാൾസുകളും ഫ്ലോറിംഗ് ആണെങ്കിലും റൂഫിംഗ് ആണെങ്കിലും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. നോർമലി ഞാൻ പഠിച്ച സ്കൂൾ ആദ്യം ഷെഡ് ആയിരുന്നു, ഓലേന്റത് 8th സ്റ്റാൻഡേർഡില്. അപ്പൊ ഈ പ്രോബ്ലം വന്നതിന് ശേഷം അവര് ഒരു സൈഡിൽ മൊത്തം ഒരു വലിയൊരു ബിൽഡിംഗ് എടുത്തു. അതിനെ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി അവര് ചെയ്തത് നമ്മുടെ കടകളെല്ലാം ഷട്ടർ ഇടില്ലേ, ആ ഷട്ടറാണ് അവർ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ആ ഒരു വലിയ ബിൽഡിങ്ങിന് ഒരു 4-5 ക്ലാസ് ഇങ്ങനെ ഷട്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു വലിയ പ്രോഗ്രാം വരും. അതായത് 10th ഒക്കെ അവര് ഈ ഒക്കെ വരുമ്പോ അവരെന്ത് ചെയ്യുന്ന ഷട്ടർ മൊത്തം പൊന്തിച്ചിട്ട് മൊത്തം കുട്ടികളെ ആ ഒരു ഹാളിൽ ഇരുത്തും. ആ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യും. ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയ സ്കൂളുണ്ട്, ഹിദായത്തുൽ മുസ്ലിം സ്കൂൾ എന്നായിരുന്നു. അവിടെ ഇങ്ങനെയാണ്, ഷട്ടർ ഇടും, കംപ്ലീറ്റ് ഷട്ടറാണ് ക്ലാസ്സിൽ. പക്ഷെ കുട്ടികൾ ഭയങ്കര പ്രശ്നമായിരുന്നു, ആ ഷട്ടറിന് തട്ടി കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദമാണ്. നമ്മള് കബോർഡിലോ മറ്റു വാളിലോ ഷീറ്റിലോ അടിക്കുന്ന പോലെയല്ല, ഭയങ്കര ശബ്ദമായിരിക്കും അതിന്. പിന്നെ ഇത് എളുപ്പമാണ് കുറച്ചും കൂടെ അല്ലെ. അപ്പൊ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉള്ളത് നമുക്ക് ഷട്ടർ ശരിക്കും മുകളിലേക്ക് ഒന്ന് ഉയർത്തിയാൽ മതി. മറ്റതുപോലെ ഇതുപോലെ അത് ആ ഒരു ബിൽഡിങ്ങിന് മാത്രമേ അവർ ഉള്ളൂ, ബാക്കി എല്ലാ ബിൽഡിങ്ങും നോർമലി ക്ലാസ്സസ് തന്നെയാണ്. മാം ഞാനിപ്പോ ഒപ്പന പഠിപ്പിച്ചിരുന്നത് അങ്ങനെയായിരുന്നു. നടുക്ക് 2 വഴിയും കൂടി പഠിപ്പിച്ച് ഞാൻ നടുക്ക് നിന്നിട്ടായിരുന്നു ഇതുപോലെ പഠിപ്പിക്കുന്നത്. ശരി.
ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സ്കൂളിന്റെ പേര് പറഞ്ഞില്ലേ, ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞില്ല, ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയിരുന്ന സ്കൂളാണ് അത്. എന്റെ സ്കൂളല്ല, ഞാൻ പോയിരുന്നത് BEd പഠിക്കുന്ന സമയത്ത്. ആ സ്കൂളിലാണ് നമ്മുടെ ദിലീപ് സിദ്ദിഖ് ഒക്കെ പഠിച്ച സ്കൂൾ. അവരുടെ നാട് അത് തന്നെയാണ്, എടവനക്കാട് ചേച്ചസ് എന്ന് പറയുന്ന സ്കൂൾ. കേട്ടിട്ടുണ്ടോ നിങ്ങള്? നല്ല സ്കൂളാണ്. ഞാൻ ടീച്ചർ പ്രാക്ടീസ് പോയതിൽ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കിട്ടിയ ഒരു സ്കൂളാണ്. കാരണം അവിടുത്തെ ടീച്ചേഴ്സും എസ്പെഷ്യലി ഹെഡ് മാസ്റ്റർ ഇതേപോലൊരു സാറിനെ കാണാം. മാത്സ് ആണ് സാറ്, പക്ഷെ ഇതേപോലൊരു മനുഷ്യൻ എത്ര നമുക്ക് ഫ്രീ ആയിട്ടാണ്. ഞങ്ങൾക്ക് 3 മാസം ടീച്ചിങ് പ്രാക്ടീസ് ഏറ്റവും ഭംഗിയാക്കി തന്ന അദ്ദേഹമാണ്, ബാക്കി ടീച്ചേഴ്സ്. കാരണം വളരെ ഫീൽ ഫ്രീ ആയിരുന്നു നമുക്ക്. നമുക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ല, ഭക്ഷണം ഫ്രീ ആയിട്ട് എടുക്കും. നല്ല രുചിയുള്ള ഭക്ഷണങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി ഉണ്ടാവും. നല്ല രസമായിരുന്നു. നല്ലൊരു ടീച്ചിങ് പ്രാക്ടീസ് ആണ് 3 വർഷം. പിന്നെ സാറ് കുറെ സാറിന് എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. ഇതേപോലെ സാറ് ടീച്ചിങ് പ്രാക്ടീസിന് വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്കൂളിലെ സാറുമാരും ടീച്ചേഴ്സ് എങ്ങനെയാണ് അനുഭവങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ സൈൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഇടയ്ക്ക് ഇരുത്തി അവിടെ നിന്ന് പറയുന്നതാണ്. സാർ റിട്ടയർഡ് ആയപ്പോ നല്ലൊരു സാറാണ് നസീർ സാറിന് ഇപ്പോഴും ഓർക്കുന്നു. അപ്പൊ നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ടീച്ചേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെയും കൂടി നമ്മൾ കുറെ കാര്യങ്ങൾ അവരിൽ നിന്നൊക്കെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എനിക്ക് അങ്ങനെ കുറെ പേരുടെ കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ പോകുന്നത് നല്ലൊരു പരിസരത്താണ് എത്തിച്ചേരുന്നതെങ്കിൽ നമുക്ക് അവിടെ വളരെ സുഖമായിരിക്കും. സുഖം മീൻസ് നല്ല കാര്യങ്ങൾ കുറെ അറിയാൻ പറ്റും. അതിൽ നിന്ന് മോശ കാര്യങ്ങൾ ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്. പല കാര്യങ്ങളും അങ്ങനെ എക്സ്പീരിയൻസിലൂടെ പഠിക്കേണ്ടതുണ്ടാവും. സാറ് പറഞ്ഞു തന്നതാണെങ്കിലും ടീച്ചേഴ്സ് പറഞ്ഞു തന്നതാണെങ്കിലും ഇപ്പൊ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്, എക്സാം എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതൊന്നും നമുക്ക് ആ ഒരു സമയത്ത് അറിയാൻ പറ്റില്ല. അതൊക്കെ സാറും ടീച്ചേഴ്സും ആണ് ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ഒരിക്കലും മറക്കാൻ പറ്റില്ല സ്കൂൾ. അതാണ് നിങ്ങളിവിടെ ആ ഒരു പ്രെയർ പാടാറില്ലേ, ആലം ദയാലവ നമുക്ക് പ്രെയർ പാടാറുണ്ട് ഡയലോഗ്. അത് ഞാൻ അവിടെ കേട്ട പ്രെയർ ആണ്. നല്ല പ്രെയർ ആണ്, ഒരിക്കലും മറക്കാൻ പറ്റില്ല. 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് കേട്ട പ്രെയർ ആണ്. നല്ലൊരു അനുഭവമാണ് ആ സ്കൂള്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈ കമ്മ്യൂണിറ്റി ആയിട്ട് യാതൊരു ഇടപെടലും എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം മുസ്ലിം ഫ്രണ്ട്സുകളോ അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല ഇതുവരെ. പക്ഷെ ആ സ്കൂള് കംപ്ലീറ്റ് അത് ശരിക്കും ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ്. എത്ര സ്നേഹമുള്ള ആൾക്കാരാണ്. അടുത്തറിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഇപ്പൊ എന്തൊരു പരിപാടിയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും എല്ലാവരോടും ഷെയർ ചെയ്യുന്ന ഒരു കപ്പാസിറ്റി, അങ്ങനെയൊക്കെ ഉള്ളൊരു ആ ഒരു ചിന്താഗതിയുള്ള ആൾക്കാരാണ് നിങ്ങൾ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇപ്പോഴും ഓർമ്മയിൽ എപ്പോഴും അവരെ സൂക്ഷിക്കുന്നതാണ്. നല്ല ടീച്ചേഴ്സ്, നല്ല സാറുമാരും. അപ്പൊ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടട്ടെ എന്ന് ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കിട്ടുമ്പോൾ നമ്മുടെ ഈ പ്രൊഫഷൻ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ. അല്ലാതെ വെറുതെ കുറച്ച് കുട്ടികളെ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കിട്ടാനില്ല. അല്ലാതെ സ്കൂളിൽ നിന്നാണെങ്കിലും കുട്ടികളിൽ നിന്നാണെങ്കിലും അധ്യാപകരിൽ നിന്നാണെങ്കിലും അധ്യാപകരിൽ നിന്നാണെങ്കിലും നമുക്ക് കുറെ കാര്യങ്ങൾ അവരിൽ നിന്ന് നമ്മൾ പഠിക്കും. അങ്ങനെ പഠിച്ചെടുക്കാൻ കൂടി പറ്റണം കേട്ടോ. ഞാൻ എന്റെ ചെറുപ്രായത്തിന്റെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞാണ്, നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാം. ടീച്ചർ അപ്പൊ ഒരുപാട് വർഷമായി ടീച്ചർ ഫീൽഡിൽ വന്നിട്ട് ടീച്ചറിനെ കണ്ട പ്രായം തോന്നുന്നില്ലല്ലോ. 2018 ജോയിൻ ചെയ്തിട്ടുള്ളത്. 2020 കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് സൈക്കോളജി പഠിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഒരുപാട് കോഴ്സ് ചെയ്തിട്ടുണ്ട്. കുറെ കോഴ്സുകൾ പഠിച്ചിട്ടുണ്ട്. പഠിക്കാത്ത ഒന്നും ഇല്ല, ഒരുവിധം പഠിച്ചിട്ടുണ്ട്. എല്ലാം ഡിഫറെന്റ് സബ്ജക്ട്സിലോ ഒരു സബ്ജക്റ്റുകൾ തന്നെ ഞാൻ പഠിച്ചിട്ടുള്ളത്. പല സബ്ജക്ട്സിലോ പഠിച്ചിട്ടുണ്ട്. അത് മാം യൂസ് ചെയ്യുന്ന സന്തൂർ ആയതുകൊണ്ടായിരിക്കും. സന്തൂറാണ് മാം യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് മാമിന് ഏജ് പറയില്ല. ഏജ് 30 ആവുന്നുള്ളൂ, 30 വയസ്സാവുന്നുള്ളൂ. പക്ഷെ മാമിന്റെ ആ ഒരു ഇത് പ്രൊഫഷൻ വെച്ചിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞത് മാമിന് ഏജ് പറയില്ല. വയസ്സ് നമുക്കൊരു പ്രശ്നമായിട്ട് എടുക്കരുത്. നമ്മള് വയസ്സൊന്നുമല്ല, എക്സ്പീരിയൻസ് ആണ് മാം. അതെ, എക്സ്പീരിയൻസ് ആണ് ജീവിതത്തെ പഠിപ്പിക്കുന്നത്. എന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, എന്റെ അത്ര എക്സ്പീരിയൻസ് എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നത്. ഇത് നമ്മളെ തോന്നലാണ് കേട്ടോ, പലർക്കും ഇല്ലാതില്ല. അതിലും കൂടുതൽ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ റിക്കവർ ചെയ്ത് വരാന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിന് നല്ല രീതിയിൽ നമ്മൾ മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് രക്ഷപ്പെടാൻ പറ്റൂ. ശരിക്കും അതാണ് നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ രക്ഷപ്പെടാനായിട്ട് നമ്മളെ അത് ഫോഴ്സ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെ. എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ അല്ലെ.
അത് പരീക്ഷണങ്ങളാണ് മൂർച്ച കൂട്ടുക എന്ന് പറഞ്ഞില്ലേ, അതുപോലെയാണ്. നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ശരിക്കും നമ്മൾ എവിടെയെങ്കിലും ഒതുങ്ങി പോവുക ചെയ്യുക ചില സംടൈംസ്. അങ്ങനെ കളയാനുള്ളതാണോ നമ്മുടെ ജീവിതം? ഒരിക്കലല്ല. അങ്ങനെ വേണ്ടിയിട്ടല്ല ദൈവത്തിന് ഓരോ തീരുമാനങ്ങളുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ചിലപ്പോ കഷ്ടതയിലേക്ക് കൊണ്ടുവരെങ്കിലും എപ്പോഴെങ്കിലും നമ്മളെ ദൈവം പിടിച്ചു നിർത്തുമെന്നൊക്കെ നമുക്ക് തോന്നലില്ല. അത് ശരിക്കും തന്നെ സത്യമാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും നമ്മളെ ദൈവം കാണുന്നില്ല, നമ്മളെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല എന്നൊക്കെ. പക്ഷെ നമ്മൾ ആ സമയത്ത് അനുഭവിക്കേണ്ട കാര്യങ്ങൾ അതാണ്. ആ സമയത്ത് തന്നെ അനുഭവിക്കണം. അത് കഴിയുമ്പോൾ ഒരു നല്ല സമയം വരും. പിന്നെ ഇതൊന്നും നമ്മുടെ അബാൻഡൻസ് ആയിട്ടാണ് ജീവിതം പോകുന്നത് അല്ലെ. അപ്പൊ ചിലർക്ക് കഷ്ടതകൾ കൂടുതലായിരിക്കും, ചിലർക്ക് എന്താണ് എല്ലാം കൊണ്ടും എല്ലാവരും എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നില്ല. പക്ഷെ നമ്മള് ഹാപ്പി ആയിട്ടിരിക്കാന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പക്ഷെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് സക്സസ് ആയിട്ട് നേടാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി നമ്മൾ നോക്കുന്നത് ബ്ലാക്ക് ബോർഡ്സ് ആണ് കേട്ടോ. ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. 5 types ഓഫ് ബ്ലാക്ക് ബോർഡ്സ് ഉണ്ട്. വാൾ മെയ്ഡ് ബോർഡ്, വാൾ ഫിക്സ്ഡ് ബോർഡ്, സ്റ്റാൻഡ് ബോർഡ്, റോളിംഗ് ബോർഡ്, സ്ക്രീൻ ബോർഡ്. ഓക്കെ, വാൾ മെയ്ഡ് ബോർഡ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും വാൾ മെയ്ഡ് ബോർഡില്. എന്താണ് വാൾ മെയ്ഡ് ബോർഡിന്റെ പ്രത്യേകത? ചുമരുന്നതായിരിക്കുന്ന ബോർഡായിരിക്കും. ചിമരുന്ന തന്നെ ആയിട്ട് എന്തുണ്ടാവും? ബോർഡായിരിക്കും അല്ലെ. അതായത് അതെന്ത് ചെയ്തിട്ടുണ്ടാവും? സിമെന്റ് പ്ലാസ്റ്ററിങ് അവിടെ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഭിത്തിയിൽ നിന്ന് കുറച്ച് മാറി നടുക്ക് സെന്ററിലായിട്ട് എന്താണ് ആ സിമെന്റ് പ്ലാസ്റ്ററിങ് അത് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എഴുതാവുന്ന പർപ്പസിനെ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമോ? ഈ ബോർഡ് നമുക്ക് ഇപ്പൊ ഒരു ബോർഡ് നമുക്ക് വിചാരിക്കും, ഇത് റിമൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല ഇല്ല. കൊണ്ടുപോയി ഇപ്പുറത്ത് വയ്ക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. യെസ്, റിമൂവ് ചെയ്യാനായിട്ട്. പിന്നെ അതൊന്ന് വായിച്ചിട്ടൊന്ന് പറഞ്ഞേ, വാൾ മെയ്ഡ് ബോർഡിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയിട്ട് പറഞ്ഞേ. The board was made in the wall itself by the cement plastering. The advantages of this board is we do not want to remove the board. The disadvantages we cannot remove the board. The advantage is advantage പറയുന്നത്, ഗുണവും പറയുന്നുണ്ട് ദോഷവും പറയുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഗുണം? റിമൂവ് ചെയ്യാൻ കഴിയില്ല, അത് തന്നെയാണ് മെയിൻ ഗുണവും, അത് തന്നെയാണ് ദോഷവും. അത് തന്നെ അതിന്റെ ദോഷം എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, യെസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇങ്ങനത്തെ ക്ലാസ് റൂമില്? അല്ല, അങ്ങനെ വാൾ മെയ്ഡ് ബോർഡുള്ള പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചത് കുറച്ച് സമയം കൊണ്ട് നിങ്ങളുടെ സ്കൂളിന്റെ നൊസ്റ്റാൾജിയിലോട്ടൊക്കെ ഒന്നും ചിന്തിക്കണില്ലേ? പഴയ കാലഘട്ടത്തിൽ ഇപ്പൊ ഒരാൾ പറഞ്ഞില്ലേ പാവകളുടെ ഇടയിൽ നിന്ന് പഠിച്ചെന്നൊക്കെ. എത്ര കാലഘട്ടം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവുക? ഒരു അവസരം കിട്ടി അങ്ങനെ ഒന്ന് ആലോചിക്കാനായിട്ട് അല്ലെ. ഞാൻ 1 മുതൽ 4th വരെയും സിമെന്റ് കോൺക്രീറ്റ് അങ്ങനത്തെ ഒരു ബിൽഡിങ്ങിലാണ് പഠിച്ചത്. 5ാം ക്ലാസ്സിലാണ് ഓടിട്ട ബിൽഡിങ്ങിലേക്ക്. അപ്പൊ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഓടിട്ട ബിൽഡിങ് നല്ല, അത് ഇപ്പോഴും ആ ഒരു കൺമുമ്പിലുണ്ട്. പക്ഷെ ഇപ്പൊ അതിന് പൊളിച്ചല്ലെങ്കിലും ആ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ട്. ഓല ഷെഡിന്റെ പറഞ്ഞപ്പോ കുംഭകോണത്തിന്റെ ഒരു ട്രയൽ നമുക്ക് വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു മണി വെച്ച് എല്ലാവരും കൂടി പുറത്തേക്ക് ഓടി പോകുന്നതും ആ ഒരു പ്രാക്ടീസ് നമുക്ക് 1 മാസം അങ്ങനെ സ്കൂളിൽ നിന്ന് തന്ന ആ ഒരു ഓർമ്മയിലേക്കെല്ലാം പോയി ഈ സമയത്ത്. എങ്കിലും ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ പഴയ ക്ലാസ് റൂം, ഓടിട്ട ക്ലാസ് റൂം, ഇപ്പൊ ഒരു നല്ലൊരു നനുത്ത മഴയുള്ള സമയം, അത്യാവശ്യം ചെറിയൊരു പൊടിമഴയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മഴക്കാലം എന്ന് വിചാരിക്കുക, ആ സമയത്ത് നമ്മുടെ ക്ലാസ് റൂമില് ഒരു പ്രത്യേക സ്മെല്ലാണ്. അതൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ സമയത്ത് പ്രത്യേകമായ എന്തുമാണ്, നല്ല തണുപ്പായിരിക്കും, ചിലപ്പോ ഇരുട്ട് കൂടിയ മാസമായിരിക്കും, ചില സമയം വൈകുന്നേരങ്ങൾ മഴ കൂടുന്ന സമയത്ത് ഇരുട്ട് വരും അല്ലെ. ഇരുട്ട് വരുമ്പോ നമുക്ക് വീട്ടിൽ പോകണം, കൊടയൊക്കെ നിർത്തി പോകണം. നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ് ചിന്തകൾ അല്ലെ. എനിക്ക് പോകണം നമ്മളൊക്കെയാണ് പോകുന്നത്. ഡ്രസ്സ് നനയോ, ഉറുകൾ നനയോ, ബാഗ് നനയോ, നനയാതിരിക്കാൻ പുതിയ കൊടയാണ്, കൊട നിവർത്താനും മതി. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ ക്ലാസ്സിന്റെ അന്തരീക്ഷം തന്നെ ഭയങ്കര ഒരു ശരിക്കും ആലോചിച്ചാൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു തണുപ്പോട് കൂടി കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് നമ്മള് കൈയൊക്കെ കയ്യിൽ കോർത്ത് പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ചിലപ്പോൾ ലാസ്റ്റ് കിട്ടിയിട്ട് ചിലപ്പോൾ ടീച്ചർ മഴയാണെങ്കിൽ ക്ലാസ് എടുക്കില്ല അല്ലെ. ക്ലാസ് എടുക്കാണ്ട് ചിലപ്പോൾ ഭയങ്കര മഴയാണെങ്കിൽ നമ്മൾ അവിടെ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഇരിക്കും വൈകുന്നേരം വീട്ടിൽ പോകാനായിട്ടുള്ള ഒരു ഇതില്. നല്ലൊരു അനുഭവം വരുന്നത് ഇതൊക്കെ പോയി കിട്ടോ. മഴ പെയ്യുമ്പോ അങ്ങനെ ഊത്തടിക്കുമ്പോ ടീച്ചർ പഠിപ്പിക്കലാണ്, ബുക്കൊക്കെ നനയണായിരുന്നു. അപ്പൊ ബുക്കിന്റെ പുറന്തട്ടിന്ന് ഇങ്ങനെ ഒത്ത് ഇങ്ങനെ വന്നിരിക്കും. ഇപ്പൊ നല്ല ഭംഗി തൂക്കുമ്പോ ഇങ്ങനെ വെള്ളം വരുന്നതൊക്കെ. കരിയത്താണെങ്കില് ആ മഴച്ചാറ്റിൽ ഇങ്ങനെ അടിക്കും. അത് ചാറ്റല് ഊട്ടല്ലേ സുറുമി ഉപയോഗിച്ച ചാറ്റല്.
ഞങ്ങൾ ഊത്തുന്നാ പറയുന്നത്, ഊത്ത്. ഓക്കെ. ഞങ്ങളിവിടെ ചാച്ചലെന്നാ പറയും, മഴച്ചാച്ചൽ. അന്നൊക്കെ എത്ര മഴ ഉണ്ടെങ്കിലും സ്കൂളിലൊന്നും അവധി ഉണ്ടാവില്ല, എങ്ങനെയെങ്കിലുമൊക്കെ സ്കൂളിലെത്തണം. അന്ന് മഴ പെയ്താലും നമുക്ക് അസുഖം വരില്ലായിരുന്നു, മഴ നനത്താൻ അല്ലെ. ഏറ്റവും കൂടുതൽ സ്കൂൾ ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7th സ്റ്റാൻഡേർഡ് വരെയാണ് എപ്പോഴും ഒരു സംശയമില്ലാണ്ട് പറയാൻ പറ്റും. കാരണം അത്രയും ആസ്വദിച്ച ഒരു കാലമായിരുന്നു 1st സ്റ്റാൻഡേർഡ് to 7th സ്റ്റാൻഡേർഡ്. നിങ്ങളെല്ലാവരും നല്ല സ്കൂൾ കാലഘട്ട ഓർമ്മകൾ ഉള്ളവരാണ് അല്ലെ. ഇപ്പൊ അന്നൊന്നും ഫോണുകൾ ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് നമ്മള് പുസ്തകത്തിൽ എഴുതുന്നതും ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നതും സ്കൂളിലുള്ള അനുഭവങ്ങളും മാത്രം ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പാഠപുസ്തകത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ അറിയുന്നുണ്ടുള്ളൂ. ഇപ്പൊ അതല്ല, നമ്മള് ലോകം മുഴുവൻ നടക്കുന്ന കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മളെ വീടും സ്കൂളും കൂട്ടുകാരും ടീച്ചേഴ്സും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഉള്ള കുട്ടികൾക്ക് അങ്ങനെയല്ലല്ലോ, എവിടെ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അറിയാം. പക്ഷെ അതാണ് സുഖം. നമുക്ക് പണ്ട് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. സ്കൂളിൽ നിന്ന് എവിടെ പോയാലും ഒരു പ്രശ്നമില്ല. നമ്മൾ താനിക്ക പെറുക്കാനും ചാമ്പങ്ങ പെറുക്കാനും മാങ്ങ പെറുക്കാനും ഇതൊക്കെ സ്കൂളിൽ നിന്നാ പോയിട്ടുണ്ടായിരുന്നത്. ഈ അനുഭവം ഒന്നും ഇപ്പം പഠിക്കുന്ന കുട്ടികൾക്കില്ല. അത് മാത്രമല്ല, അവർക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ്. പണ്ടത്തെ പോലെയുള്ള ഒരു സമൂഹം എന്നുള്ള രീതിയും കൂടി നമുക്ക് പ്രശ്നമാണ്. പക്ഷെ ആ ഒരു അനുഭവം അത് ഭയങ്കരമാണ്. അതാ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒട്ടും ഇല്ല. അവർക്ക് അത് അനുഭവിക്കാനേ പറ്റുന്നില്ല എന്നതാണ് സത്യം. ഏതൊക്കെ വീടുകളിൽ നമ്മൾ ചാമ്പങ്ങയും മാങ്ങയും താനിക്ക കുത്തി അത് ഉച്ചക്ക് നമ്മള് ലഞ്ച് ബോക്സ് കഴുകാൻ പോകുന്ന ഒരു തോടുണ്ട് സ്കൂളിന്റെ അടുത്ത്. ആ തോടിൽ പോയി കഴുകി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് സ്കൂളിൽ 2:30 മണിയാകുമ്പോഴത്തേക്ക് എത്തണ്ടുള്ളൂ. അപ്പൊ ആ വഴി ഇങ്ങനെ നടന്നു പോയിട്ട് ഒരു താനിക്കയുള്ള വീടുണ്ട്. ആ വീട്ടിൽ പോയി താനിക്ക പെറുക്കി അതൊരു പാറക്കല്ല് വെച്ച് പൊട്ടിച്ച് എല്ലാരും കൂടി പങ്കിട്ട് കഴിച്ച് അതൊരു ഭയങ്കര അനുഭവം. അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ടോന്ന് അറിയില്ല. ഇല്ല. അതെ ദിവസങ്ങളിൽ ഒരു 1/2 മണിക്കൂർ കൂടുതൽ കിട്ടും. നല്ലൊരു കാലം കടന്നു വരാം. നമുക്ക് ഭാഗ്യമുണ്ട്, അത് കടന്നു പോവാനെങ്കിലും കിട്ടിയില്ലേ, അത് തന്നെ ഭാഗ്യം. ഈ സോഷ്യൽ മേഖലയാവും നമ്മൾക്ക് ഈ ഫ്രീഡം ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെ ടീച്ചറെ? എന്തോ സോഷ്യൽ മീഡിയ വന്നതിലാവും ആളുകൾക്കൊക്കെ അല്ലെ മാറ്റങ്ങൾ വന്നത്. സോഷ്യൽ മീഡിയയിലല്ല നമ്മൾ പറയുന്നത്, നമ്മൾ സാങ്കേതിക വിദ്യ വന്നു തുടങ്ങിയപ്പോഴാണ് നമ്മള് ഫോൺ ഉണ്ടായത്. പ്രശ്നം ഉണ്ടായിരുന്നില്ല, ചെറിയ ചെറിയ ഫോണുകൾ ഉണ്ടായിരുന്നപ്പോ അല്ലെ, നോക്കിയ അതേപോലുള്ള ഫോണൊക്കെ ഉണ്ടായിരുന്നപ്പോ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചും കൂടി ഫോണിന്റെ ഒക്കെ ആ ഒരു ഫീച്ചേഴ്സ് ഒക്കെ മാറി വന്നപ്പോഴാണ് കുറെയൊക്കെ പ്രശ്നങ്ങൾ. പിന്നെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൊക്കെ കുറെ സോഫ്റ്റ്വെയർസ് ഒക്കെ ആഡ് ചെയ്ത് വന്നു തുടങ്ങിയപ്പോഴാണ് പിന്നീട് കുറെ ക്ലയൻസിലോട്ടൊക്കെ ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെ പോകെ പോകെ ഇപ്പൊ വരെ നശിച്ചു നിൽക്കുകയാണ് അല്ലെ നമ്മുടെ ലോകം. ആളുകൾക്ക് ഒരു ഐഡിയ ഇല്ല. ഇപ്പൊ പറഞ്ഞ ഏത് വിദ്യാഭ്യാസമുള്ള ആളുകൾക്കും മനസ്സിൽ കുഷ്ഠബുദ്ധി എന്ന് അറിയില്ലേ, അവരുടെ കയ്യിലൊക്കെ ഫോണുണ്ട്. അവർക്ക് കാണുന്നത് ഈ ഒരു ലോകാണ്. അതുകൊണ്ടാണ് നമ്മളെ മക്കൾക്ക് പുറത്തിറങ്ങി നടക്കാനൊന്നും ഒരു ഫ്രീഡം ഇല്ലാത്തത്. ഇനിയും കൂടിയ സംഭവം നടന്നിട്ടുണ്ട്. ഇവിടുന്ന് അടുത്തുള്ള ഒരു പ്രദേശമാണ് പേരാവൂർ എന്ന് പറയുന്ന. ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ട്, ഒരു മോന്. കാരണം എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ കൊടുക്കാത്തതാണ് കാരണം. അപ്പൊ നമ്മുടെ സമൂഹം എന്തിലേക്കാ പോകുന്നേ നമ്മൾ നോക്കണം. കുട്ടികളെ ഒരു മൊബൈൽ ഫോൺ കൊടുക്കാത്തതിന്റെ കാരണം പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ സ്വന്തം ജീവൻ വരെ ഇല്ലാണ്ടാക്കുന്നത്. ഞാനൊരു കാര്യം ചെയ്യണം. നമ്മുടെ ക്ലാസ്സിൽ ഐശ്വര്യ കാണാൻ കുട്ടിയില്ലേ? ഐശ്വര്യ വേറെ ബാച്ചിലേക്ക് മാറിയത് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐശ്വര്യയും മാറി, ഷിജിനാസും മാറി. ഷിജിനാസ് തിരിച്ചു വന്നു. ഷിജിനാസ് ഈ ക്ലാസ്സിലുണ്ടോ? എപ്പോ ജോയിൻ ചെയ്തു? ഞാൻ 2 ദിവസമായി. ആണോ? അത് ശരി. എന്താ സംസാരിക്കാൻ എന്താ ടീച്ചർ വന്നപ്പോ? ഓ സംസാരിക്കാൻ അവരൊക്കെ സംസാരിക്കല്ലേ, അപ്പൊ അത് കഴിഞ്ഞിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചു. പറയണ്ടേ, പോയ ആള് തിരിച്ചു വന്നെന്ന് പറയണ്ടേ. പോവരുത് കേട്ടോ, സ്റ്റേ ഹിയർ കേട്ടോ. ഓ ഓക്കെ. പണ്ട് നൊസ്റ്റാൾജിയ പോലത്തെ ക്ലാസ് ആയിരുന്നു, നല്ല സീറ്റ് ആയിരുന്നു മരത്തിന്റെ ചോട്ടിലും. അതേപോലെ മറ്റേ കുട്ടി പറഞ്ഞില്ലേ താനിക്ക പറിക്കാൻ പോയിരുന്നു, മാങ്ങ പറിക്കാനും മാങ്ങ എറിയാനും മാങ്ങ ഒട്ടാനും, പാത്രം കഴുകാൻ പോകുമ്പോ കല്ലിട്ട് പാത്രം കഴുകണതും
നല്ല രസമായിരുന്നു. നൊസ്റ്റാൾജി വന്നോ? നൊസ്റ്റാൾജി ഉണ്ട്. പിന്നെ ഞാൻ പ്രാക്ടീസിന് പോയിരുന്നു ടീച്ചറെ, സ്കൂളില് ടീച്ചറിങ് പ്രാക്ടീസിന് പോയിരുന്നു. പോയിരുന്നാ? ഏത് സ്കൂളിലാണ്? ഞങ്ങളെ അടുത്തുള്ള MIT സ്കൂളില്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല അടിപൊളിയായിരുന്നു, നല്ല വൈബായിരുന്നു, നല്ല അറ്റാച്ച്മെന്റ് ഉള്ള കുട്ടികളായിരുന്നു. UKG LKG 5 UKG LKG പിന്നെ UKG അങ്ങനെ. ഇനി ബാക്കിയുള്ളവരൊക്കെ പോകുന്നില്ലേ ടീച്ചർ പ്രാക്ടീസിന്? എങ്ങനെയാണ് നിങ്ങള്? അത് കുറച്ച് ചാപ്റ്റേഴ്സും കൂടി കഴിഞ്ഞിട്ട് പോകാന്നല്ലേ പറഞ്ഞ, മോണ്ടിസോറിന്റെ മെയിൻ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അതും കൂടി ഓക്കെ, അതിനിടയിൽ ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ നിങ്ങൾ പോവാതിരിക്കണ്ട കേട്ടോ. പോയിക്കോളൂ ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ. അങ്ങനെ എന്തെങ്കിലും സ്കൂളിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഓൾറെഡി കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ പോയിക്കോളൂ, ഒരു പ്രശ്നമില്ല കേട്ടോ. കളയണ്ട, അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മള് ലൈവ് ക്ലാസ് മിസ് ആവൂലേ മാം ഈ പ്രാക്ടീസിന്? ക്ലാസ് കാണണം. അയ്യോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്ലാസ് ഭയങ്കര ചടങ്ങല്ലേ, എന്തോരം ബുദ്ധിമുട്ടാണ്. എത്ര ക്ലാസ് വെച്ച് കാണണം. പക്ഷെ നിങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഓരോ ദിവസം അന്നത്തെ ക്ലാസ്സുകൾ കാണാം. കാരണം വേറെ നിവൃത്തിയില്ല നമുക്ക്. പിന്നെ സ്കൂളിൽ നമുക്ക് സ്കൂളിൽ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. മാം എത്ര ദിവസമാണ് ഇന്റേൺഷിപ്പിന് പോവേണ്ടത്? ഇന്റേൺഷിപ്പ് അത് ഒരു സ്കൂൾ തരുന്നതനുസരിച്ചും, ചിലർ 2 weeks ആയിരിക്കും, ചിലപ്പോൾ 1 month വരുന്നവരുണ്ടാവും. നിങ്ങളുടെ പെർഫോമൻസ് ബെറ്റർ ആണെങ്കിൽ ചിലപ്പോൾ അവിടെ നിർത്തുകയും ചെയ്യും. നമ്മൾ പോകുന്ന സ്കൂളുകാരാണോ തീരുമാനിക്കുന്നത് എത്ര ദിവസമാണെന്ന്? ഇവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് തരും. ഇവിടുന്ന് എത്ര ദിവസമാണെന്നുള്ളത് പറയും. പിന്നെ സ്കൂളിൽ എങ്ങനെയാ വേക്കൻസിന്നൊക്കെ നോക്കിയിട്ട് അവർ പറയും എത്ര ദിവസം നിൽക്കണം കേട്ടോ. മാക്സിമം 25. പോകുന്ന ടൈമില് നമ്മൾ ആരെയാണ് അറിയിക്കേണ്ടത്? ഇവിടെ ഓഫീസിൽ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. പോകുന്ന സമയത്ത് ഓഫീസിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഒരു കാർഡ് തരും, അല്ലെങ്കിൽ ഒരു ലെറ്റർ ഉണ്ട്, അത് തരുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ബാക്കി അതിന്റെ ഡീറ്റെയിൽസ് എടുത്ത് അറിയില്ല. ഇവിടുത്തെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ ഓഫർ ലെറ്റർ തരും. ഓഫർ ലെറ്റർ അപ്പൊ ഇവിടെ ഷിജിനാസിൽ അറിയാൻ ചോദിച്ചാൽ മതി, എന്താന്ന് ചെയ്തു തരും കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ നിങ്ങളെ ബാക്കിയുള്ള ബ്ലാക്ക് ബോർഡ്സിന്റെ സ്ക്രീൻ ബോർഡ് വരെയുള്ളതൊന്ന് വായിച്ചിട്ട് പോരാ കേട്ടോ. എളുപ്പമാണ് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ, സിമ്പിൾ ആണ് കേട്ടോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. മാം നമുക്കില്ലേ താങ്ക് യു മാം.